ഇന്നത്തെ കത്ത് വായിക്കാം. നമസ്തേ, പാലക്കാട് നിന്നും കൃഷ്ണദാസ് എഴുതുന്നു. പ്രോഗ്രാം കാണാറുണ്ട്. ഇത് മകൾക്ക് വേണ്ടി എഴുതുന്നു. മകൾ ഇപ്പോൾ MBBS ലാസ്റ്റ് ഇയർ ആണ്. തുടർന്ന് ഏത് വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്താൽ നന്നായിരിക്കുമെന്നറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ കത്ത്. വളരെ ഉച്ചസ്ഥനും ബലവാനും വൈദ്യകാരകനുമായ സൂര്യനെ, ഉച്ചസ്ഥൻ, ബലവാൻ, വൈദ്യകാരകൻ ആയിരിക്കുന്ന സൂര്യനെ ശ്ലാഘനീയനായ ശുക്രൻ എന്ന ഗ്രഹം വീക്ഷിക്കിയാൽ വൈദ്യശാസ്ത്ര രംഗം അതുതന്നെയാണ് ബഹുഭൂരിപക്ഷവും മകളുടെ ജോലി. അതിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നത് കൊണ്ട് ഗൈനക്കോളജി വിഭാഗമോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ ഡോക്ടറായിട്ട് ഉള്ള വൈദ്യശാസ്ത്ര രീതിയോ എടുക്കാം. അല്ലെങ്കിൽ ഗൈനക്കോളജി വിഭാഗമോ കുട്ടികളുടെ വിഭാഗത്തിൽ സർജറി വിഭാഗം ഇതും വേണമെങ്കിൽ എടുക്കാം. ഏതായാലും ഉച്ചസ്ഥനും ബലവാനും വൈദ്യശാസ്ത്രജ്ഞനും ആയ സൂര്യനെ ശ്ലാഘനീയനായ ശുക്രൻ ചൊവ്വ വീക്ഷിക്കുന്നത് കൊണ്ട് വൈദ്യശാസ്ത്ര രംഗത്തിൽ ഗൈനക്കോളജി വിഭാഗത്തിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ചികിത്സാരീതി വെച്ചോ സർജറി വിഭാഗത്തിലോ വിദേശത്ത് പോകുവാനും വിദേശത്ത് ഉപരിപഠനം നല്ല നിലയിൽ പൂർത്തിയാകുവാനും വിദേശത്ത് തന്നെ ഉദ്യോഗലബ്ധി ലഭിക്കുവാനും വിദേശത്ത് നിന്ന് തന്നെ സ്വപരിചയത്തിൽ നിന്നുള്ള വിവാഹബന്ധം നടക്കുവാനും ഭാവിയിൽ വൃശ്ചിക മാസത്തിലെ പൂനിലാവ് പോലെ വളരെയധികം കർമ്മരംഗത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് ശോഭിക്കുവാൻ ഉള്ള ഒരു യോഗനില ആണ് വൈദ്യകാരകനായ സൂര്യനെ ശ്ലാഘനീയനായ ശുക്രൻ, ഭാതൃകാരകനായ ചൊവ്വ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തലങ്ങും വിലങ്ങും വീക്ഷിക്കുന്നു. വിദേശത്ത് നിന്നുള്ള ഉപരിപഠനം, ഉദ്യോഗം, ധനസമ്പാദനം, വസ്തുഗ്രഹ വാഹനം, കനകവേഷഭൂഷണാദികൾ, സൽസന്താന പിറവികൾ, ജനങ്ങൾക്ക് ആവേശമുണർത്തുന്ന മുഖകാന്തി, ചൈതന്യം, അതുപോലെ തന്നെ കുടുംബജനങ്ങൾക്കും ഗ്രാമങ്ങൾക്കും പുരനിവാസികൾക്കും പ്രായോഗിക തലത്തിൽ ഇഷ്ട വസ്തുവായി മാറിയിരിക്കുന്ന അല്ലെ ഇഷ്ടജനമായി മാറുന്ന ഒരു ജന്മം വളരെയധികം നല്ല ഒരു ജാതക നിലയാണ്. കാരണം കൂടുതലും വിദേശത്ത് നിന്നുള്ള ധനമുണ്ടാകുവാനും വിദേശത്ത് നിന്ന് വിവാഹം നടക്കുവാനും അതുപോലെ തന്നെ വിദേശ ധനം കൊണ്ട് ഗൃഹം, വസ്തു, ഭൗതിക നേട്ടങ്ങളൊക്കെ സമ്പാദിക്കുവാനും എല്ലാവിധ യോഗങ്ങളും ഉണ്ട്. കൂടുതലായിട്ടും ശുക്രനെയും സൂര്യനെയും എത്ര കണ്ട് ശക്തിപ്പെടുത്തുന്നുവോ പൂജിക്കുന്നുവോ പ്രസാദിപ്പിക്കുന്നുവോ അത്രയും തന്നെ ഇയാളിന് പേരും പ്രസിദ്ധിയും ആയുരാരോഗ്യവും സമ്പത്തും വർദ്ധിച്ചു വരും. അതുകൊണ്ടാണ് വൃശ്ചിക മാസത്തിലെ പൂനിലാവ് പോലെ എന്ന് പറയുന്ന പോലെ. വൃശ്ചിക മാസത്തിലെ പൂനിലാവ്, ആ പൂനിലാവിനെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് കാണുമ്പം തന്നെ മനസ്സിനൊരു സന്തോഷം, സങ്കടങ്ങളെല്ലാം തീരുക, അതുപോലെ തന്നെ മനസ്സിന് സമാധാനം, അത്രയ്ക്കൊരു പ്രസന്നമായിട്ടുള്ള മുഖവുമായിരിക്കും. ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ, പ്രത്യേകിച്ചും ഈ വൈദ്യശാസ്ത്ര, അതുപോലെ തന്നെ രാഷ്ട്രീയം, അധ്യാപക, അതുപോലെ തന്നെ മനുഷ്യന് മനസ്സമാധാനം ലഭിക്കുന്ന മനഃശാസ്ത്രജ്ഞർ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പം തന്നെ മനസ്സിനൊരു കുളിർമയുണ്ടാവും. സാരമില്ല, ഇതൊക്കെ പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ എന്ന് കേൾക്കുമ്പം തന്നെ ആ രോഗം പകുതി മാറി. അതുപോലെ തന്നെ ഈ ലഘുവായ ഈ മരുന്നൊക്കെ മതി, ഇതുകൊണ്ട് നിശേഷമായി മാറും. മാറ്റിയിട്ടുണ്ട്, അത്ര കണ്ടൊന്നും ഭയപ്പെടാനില്ല. തോളത്തൊരു തട്ടും ഒരു ടെലസ്കോപ്പ് കൊണ്ടൊരു പരിശോധനയും
ഒക്കെ നടത്തി കഴിയുമ്പോൾ സംഭവം സീരിയസ് ആണെങ്കിൽ പോലും അതാണ് വൃശ്ചിക മാസത്തിലെ പൂനിലാവ് പോലും. ആളിനെ കാണുമ്പോൾ നയനം, ഘാണം, ശ്രവണം, സ്പർശം, അതായത് തൊട്ട് പരിശോധിക്കുക, നമ്മുടെ വിവരങ്ങൾ കേൾക്കുക, സൗമനസ്യത്തോടെ, നയനം ഭംഗിയായി കാരുണ്യത്തോടെ നോക്കുക, നല്ല സംഭാഷണങ്ങൾ, മൃദുത്വമേറിയ സംഭാഷണങ്ങൾ, ഇതെല്ലാം ഒരു വൈദ്യശ്രേഷ്ഠയ്ക്കുണ്ടായിരിക്കേണ്ടതാണ്. കാണുന്ന മാത്രയിൽ തന്നെ രോഗം കുറയണം. അത് ഒരു ദൈവാനുഗ്രഹമാണ്. നമ്മൾ വില കൊടുത്ത് മേടിക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റോ ഡിഗ്രിയോ അല്ല. അതോടൊപ്പം പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം ഒത്തിണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല നിലയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഗൈനക്കോളജി വിഭാഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് സൂചന. അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ഈ നിലയിലേക്ക് ആയിക്കഴിയുമ്പോൾ വീണ്ടും ദേവാമത്തിലോട്ട് കത്തെഴുതുക. നന്ദി, നമസ്കാരം.